കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത വാഗ്ദത്തപ്രകാരം നമ്മോട് കൂടെ ഇന്നയോളം ഇരുന്നവനും ലോകാന്ത്യത്തോളം ഇരിക്കുന്നവനുമായ നമ്മുടെ കർത്താവിന്റെ നാമത്തിന് ഈ രാത്രിയിൽ മഹത്വവും പുകഴ്ചയും ഉണ്ടാകട്ടെ. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിന്നെ അയക്കുന്നു എന്ന് അരുൾ ചെയ്ത് നമ്മെ തൻ്റെ ദൗത്യ നിർവഹണത്തിനായിട്ട് അയച്ച ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളും ആദരവോടെ കർത്താവിന്റെ ദാസന്മാരെയും ദൈവമക്കളെയും അറിയിക്കുകയും ചെയ്യുന്നു. ആഴ്ചയുടെ അവസാനത്തെ സന്ധ്യയിൽ പതിവ് പോലെ നാം തിരുവചന പഠനത്തിനായി കൂടി വന്നിരിക്കുന്നു. വളരെ സംഭവ ബഹുലമായിരുന്നു ഈ ആഴ്ച. കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചു. പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും സഭയിലുമൊക്കെ വളരെ സംഭവബഹുലമായിരുന്നു. കർത്താവ് അതിന്മേലൊക്കെ ജയം നൽകി ഇന്നയോളം വഴി നടത്തിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ലവോദിക്കിയ സഭയ്ക്കുള്ള യേശുക്രിസ്തുവിന്റെ സന്ദേശം. സ്തോത്രം. ഫ്രിഗ്യ എന്ന പ്രവിശ്യയിൽ ലൈക്കോസ് അല്ലെങ്കിൽ ലൈക്കസ് താഴ്വരയിൽ, ലൈക്കോസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു സമ്പൽ സമൃദ്ധമായ വാണിജ്യ നഗരമായിരുന്നു ലവോദിക്ക. പണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും പ്രത്യേകമായ നേത്ര ചികിത്സാ രംഗത്തെ വൈദഗ്ധ്യം കൊണ്ടുമൊക്കെ പ്രശസ്തി ആർജിച്ചിരുന്ന ഒരു പട്ടണമായിരുന്നു ഇത് എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടു. അവിടെ നിലനിന്നിരുന്ന ആരാൽ സ്ഥാപിതമായി എന്ന് വ്യക്തതയോടെ അറിയാൻ നമുക്ക് സാധിക്കാതിരിക്കുന്ന ഒരു സഭ. പക്ഷേ യേശുക്രിസ്തു യാതൊരു നന്മയും എടുത്തു പറയാൻ ഇല്ലാത്ത, ശിക്ഷ വിധിക്കപ്പെട്ട, കുറ്റം വിധിക്കപ്പെടുന്ന ഒരു സഭയായി മാത്രം നമുക്കതിനെ കാണാം. ഏറെ പരാജയങ്ങൾ ഉള്ള ഒരു സഭയായിട്ടാണ് നാം ഈ ലവോദിക്ക സഭയെ കാണുന്നത്. അതിൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എങ്ങനെയെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു. എന്നിട്ട് നാം ഇന്നലെ പഠിക്കുവാനായിട്ട് ആരംഭിച്ചത് സഭയുടെ, ലവോദിക്ക സഭയുടെ അവസ്ഥയെക്കുറിച്ച്. ലവോദിക്ക സഭയുടെ അവസ്ഥ, അതിൽ പൊതുവായ ചില കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. അതിലൊരു കാര്യം ഞാൻ എടുത്തു പറയുന്നു, ആവർത്തിക്കുന്നു. ഈ വിധമായ എല്ലാ തിന്മകളും, ഏതാണ്ട് 10ഓളം തിന്മകൾ ഉണ്ടായിരുന്ന ഒരു സഭയായിരുന്നു ഈ ലവോദിക്ക സഭ. ഒരു നന്മയും ഇല്ലാതെയും ഇരുന്നു. എന്നിട്ടും ക്രിസ്തുവിന് ഈ സഭയോടുള്ള ഇടപെടിയിൽ നിലനിർത്തിയിരുന്നു. കർത്താവിന്റെ പ്രതീക്ഷ അപ്പോഴും നഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോഴും ഈ സഭയ്ക്ക് മടങ്ങി വരുവാനുള്ള വാതിൽ കർത്താവ് അടച്ചു കളഞ്ഞില്ല. സ്തോത്രം. ദൈവകരുണയുടെ വിശാലതയാണത്. ദൈവത്തിന്റെ സ്നേഹത്തിൻ ആഴമാണത്. അതിൻ്റെ പരപ്പാണത്. സ്തോത്രം.
how deep is the love of God, how it is spread over, how high is the mercies of God that still covers the transgressions of his people. Not only the chosen ones, it's very general or default with all the people. ദൈവജനത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, സകല പാപികളോടുമുള്ള ബന്ധത്തിൽ തന്നെ അങ്ങനെയാണ്. ഈ വിഷയത്തിൽ നമ്മൾ ഒരു ഭാവന കണ്ടു നോക്കിക്കേ. ദൈവത്തിന്റെ സ്ഥാനത്ത് ഞാൻ ആയിരുന്നെങ്കിൽ, ഇഫ് ഐ വെയർ ഗാഡ്, നമ്മളായിരുന്നു ദൈവത്തിന്റെ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെയൊക്കെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ ഈ ജനങ്ങളെ വെച്ചേക്കുമായിരുന്നു. ഇവർക്ക് പിന്നൊരു ചാൻസ്, ഒരു അവസരം കൊടുക്കുമായിരുന്നു. സ്നേഹത്തിന്റെ അപ്പോസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാനാണ് ഒരിക്കൽ യേശുവിനോട് ചോദിച്ചത്, എന്റെ കർത്താവേ, ഏലിയാവും ഏലീശയൊക്കെ ചെയ്ത പോലെ ആകാശത്ത് നിന്ന് തീ ഇറക്കി ഇതുങ്ങളെ അങ്ങ് കൊന്നുകൂടെ നിനക്ക്? അന്നെങ്ങാനും യോഹന്നാനും പത്രോസിനുമൊക്കെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിൽക്കലിരുന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ചതുപോലെയുള്ള അധികാര ശക്തി ഉണ്ടായിരുന്നെങ്കിൽ യേശുവിനോട് ചോദിക്കാൻ പോലും വരത്തില്ലായിരുന്നു. അതിനു മുമ്പേ തീയിറക്കിയനെ. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പത്രവാർത്തയൊക്കെ കണ്ട് യേശു സംഭവം തിരിച്ചറിഞ്ഞേനേമായിരുന്നേ ഉള്ളൂ. അപ്പൊ സ്നേഹത്തിന്റെ അപ്പോസ്തലനാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിന്റെ സ്ഥാനത്ത് നമ്മളെങ്ങാണോ ആയിരുന്നെങ്കിൽ ഈ ലവോദിക്ക സഭയ്ക്കൊന്നും ഇങ്ങനൊരു സന്ദേശം പോകത്തില്ല. ദൈവത്തിന്റെ മഹാകരുണ അതാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. 103-ാം സങ്കീർത്തനം 10-ാം വാക്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുള്ളത്. നമ്മുടെ അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. പ്രൈസ് ഗോഡ്. ആവർത്തനമാണെന്ന് എനിക്കറിയാം, എങ്കിലും ലവോദിക്ക സഭയോടുള്ള ബന്ധത്തിൽ അത് വളരെ ചിന്തനീയമാണ്. ഇതാണ് ദൈവത്തിന്റെ കരുണ, ഇതാണ് ദൈവത്തിന്റെ മനസ്സലിവ്. We have to lean on this compassion of God, this mercy, loving kindness of God. സ്തോത്രം. ഈ കരുണയിൽ നമുക്ക് പിന്നെയും ആശ്രയിക്കണം. സ്തോത്രം. നമ്മെ രക്ഷിപ്പാൻ പോലും ദൈവത്തിന് മനസ്സലിവ് തോന്നിയത്, നമ്മെ രക്ഷിക്കുന്നത് പോലും ഏത് കാരണത്താലാണ്? സ്തോത്രം. എങ്കിൽ ഒന്ന് വായിച്ചോളൂ. ടൈറ്റസ്, തീത്തോസ് 3-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെ, 4 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാൽ അല്ല, തന്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. സ്തോത്രം. അതിന്റെ 4ഉം 5ഉം വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുമായി ഏറെ ബന്ധപ്പെട്ടത്. Titus chapter 3 verses 4 to 7 and 4 and 5 are more relevant for today. സ്തോത്രം. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയ
2 മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാൽ അല്ല, തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മെ രക്ഷിച്ചത് പോലും ദൈവത്തിന്റെ ദയയാലാണ്, കരുണപ്രകാരമാണ്. സ്തോത്രം. അതേ ഉള്ളൂ നമുക്ക് പറയാൻ കേട്ടോ. കരുണ, ദയ, മനസ്സലിവ്. പിന്നെ ഈ കരുണയുടെ ഒരു സഹോദരിയ, ഒരു ഇരട്ട സഹോദരിയ, ട്വിൻ സിസ്റ്ററാണ് കൃപ. സ്തോത്രം. രണ്ടുപേരും സഹോദരിമാരാ, ഇരട്ടപ്പിള്ളാരാ, കൃപയും കരുണയും. സ്തോത്രം. മെഴ്സിയും ഗ്രേസിയും അല്ലെങ്കിൽ ഗ്രേസും ട്വിൻ സിസ്റ്റേഴ്സ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ആ മനസ്സലിവിന്റെ ഉദാത്തമായ ചിത്രം ഈ 7 സഭകളിൽ കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്നത് ലവോദിക്കയില. കാരണം എവിടെയാണോ പാപം പെരുകുന്നത് അവിടെയാണല്ലോ കൃപയും ദയയും പെരുകേണ്ടത്. സ്തോത്രം. പാസ് മാർക്ക് എത്രയും കുറഞ്ഞിരിക്കുന്നുവോ അത്രയുമാണല്ലോ ഗ്രേസ് മാർക്ക് കൂടുതൽ കിട്ടേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ. If I were God, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഭാവന കാണാൻ കഴിയുന്നവരൊക്കെ ഒന്ന് കണ്ടു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവം ക്രിസ്തുവേശുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം. അന്യോന്യം ക്ഷമിക്കണം. പ്രൈസ് ഗാഡ്. ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ, ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും അന്യോന്യം ക്ഷമിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ വായിച്ചോളൂ. എഫേസ് ലേഖനം 4:32 എഫേഷ്യൻസ് 4:32. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. സ്തോത്രം. ദൈവം ക്രിസ്തുവേശുവിൽ എന്നോട് ക്ഷമിച്ചതുപോലെ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കണം. സ്തോത്രം. ഇതേപോലെയുള്ള കാര്യങ്ങൾ കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിലും പൗലോസ് പറഞ്ഞിട്ടുണ്ട്. നാം ഈ കാര്യം ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ലവോദിക്കിയ സഭയോടുള്ള സന്ദേശം നാം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് തോന്നിയ മനസ്സലിവിന്റെ ആഴങ്ങളാണ് തിരിച്ചറിയേണ്ടത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞതാണെങ്കിലും വീണ്ടും പറയാനങ്ങ് തോന്നിയത് കൊണ്ട് ആവർത്തിച്ച് പറഞ്ഞതാ, ക്ഷമിക്കണേ. സ്തോത്രം. ഇതുപോലെ തന്നെ നാമും എന്ത് ചെയ്യണം? മനുഷ്യരോട് അവരുടെ പിഴകളെ ആവർത്തിച്ച് അവർ ചെയ്യുന്നത് നാമും ക്ഷമിക്കണം. പ്രതീക്ഷ വിട്ട് കളയരുത്. സ്തോത്രം. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള സാധ്യതയുണ്ട്. സ്തോത്രം. ചുരുക്കം ചിലരുടെ വിഷയങ്ങളിൽ ജീവിച്ചിരിക്കെ തന്നെ ദൈവത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുമുണ്ട്. നാം അതേക്കുറിച്ചും ഇന്നലെ കണ്ടു.
ആവർത്തിക്കുന്നില്ല ആ ഭാഗങ്ങളൊന്നും. അപ്പോൾ ലവോദിക്യ സഭ ഇത്രയേറെ നെഗറ്റീവ്സ്, അരുതായ്മകൾ ഉള്ളതായിരുന്നെങ്കിലും കർത്താവ് he was after this church. സ്തോത്രം. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്നും സ്തുതിച്ചിടുവീൻ എന്നുള്ള മലയാളം പാട്ടിന്റെ ഹിന്ദി പരിഭാഷയിലെ ഒരു സ്റ്റാൻസയാണ് കോറസ് കഴിഞ്ഞിട്ടുള്ള സ്റ്റാൻസ. ഹിന്ദിയിൽ പാടുന്നത് ഇങ്ങനെയാണ്: ഉസ്കി കരുണാനെ ഫിർ ഭി നഹീ ഛോടാ, നയാ ജീവൻ മുझे दे दिया, मेरे बालकपन से उसने मुझे चुन लिया, मैं था भटका और दूर हो गया, फिर भी उसकी करुणा ने मुझे नहीं छोड़ा, नया जीवन मुझे दे दिया. ഒരുപക്ഷെ ആ അർത്ഥത്തിലല്ല മലയാളത്തിലുള്ളതെങ്കിലും ഹിന്ദിയിൽ വളരെ അർത്ഥവത്തായി നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. എന്റെ ബാല്യം മുതൽ, അല്പം കൂടെ പറഞ്ഞാൽ എന്റെ ജനനം മുതൽ, അല്പം കൂടെ പുറകോട്ടിറങ്ങിയാൽ ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവൻ എന്നെ തിരഞ്ഞെടുത്തിരുന്നു. പക്ഷെ ഞാനോ വീണവനും ദൈവത്തിൽ നിന്ന് അകന്നുപോയവനുമായിരുന്നു. ഞാൻ ദൈവത്തിൽ നിന്നും അകന്ന് ലോകത്തിന്റെ കമ്പോളങ്ങളിൽ നഷ്ടപ്പെട്ടവനായിരുന്നപ്പോഴും അവന്റെ കരുണ എന്നെ കൈവിട്ടില്ല, എന്നെ തേടി വന്നു, എനിക്ക് നിത്യജീവൻ നൽകി. സത്യമല്ലേ നമ്മളോടുള്ള ബന്ധത്തിലും? സ്തോത്രം. നമ്മുടെ സ്വഭാവമായിരുന്നു ദൈവത്തിനെങ്കിൽ നമ്മൾ ഇന്ന് കൃപയിലെങ്ങാനും കാണുമായിരുന്നു. ഞാൻ കാണത്തില്ലായിരുന്നു, അത് ഉറപ്പാ. നിങ്ങളത് എനിക്കറിയില്ല, ഞാൻ ഉണ്ടാവത്തില്ലായിരുന്നു. സ്തോത്രം. നമ്മുടെ പാപങ്ങളിൽ അവൻ നമ്മെ ഉപേക്ഷിച്ചില്ല, നമ്മുടെ പാപങ്ങളിൽ അവൻ നമ്മെ മരിക്കുവാൻ അനുവദിച്ചില്ല. സ്തോത്രം. നമ്മെ നമ്മുടെ കർത്താവ് കൈവിട്ടില്ല, നമ്മുടെ പാപങ്ങളിലും മത്സര സ്വഭാവങ്ങളിലും. ലവോദിക്കയുള്ള ബന്ധത്തിൽ നാം അതാണ് കണ്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. ആ കർത്താവിന്റെ മഹാകരുണയ്ക്കായി സ്തോത്രം. അതുകൊണ്ട് ഇനിയും ദൈവം അങ്ങനെ തന്നെ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുമെന്നൊന്നും കരുതി ആരും കർത്താവിന്റെ കൃപ വിട്ടു പോകരുത്. ഇന്നും നാം ദൈവകൃപയിൽ നിന്നും അകന്നു പോയെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഭയപ്പാടോടെ അടുത്തു വരാം, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതുവരെ നമ്മെ തള്ളിക്കളയാഞ്ഞതിന് സത്യസന്ധമായി നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആയുസിന്റെ ഇനിയുള്ള നാളുകൾ കർത്താവിനെ വിശുദ്ധിയിൽ സേവിക്കേണ്ടതിന് നമുക്ക് ആശ്രയബോധത്തോടെ അപേക്ഷിക്കാം. കർത്താവേ, എന്നെ അങ്ങയുടെ മുറിഞ്ഞ മാറിനോട് ചേർത്ത് നിർത്തിക്കൊള്ളണേ എന്ന്. സ്തോത്രം. ഐ ആം ദൈൻ ഓൺ വേ, ഐ ആം ദൈൻ ഓ ലോഡ് എന്നും പറഞ്ഞ് പാടുന്നൊരു പാട്ടുണ്ടല്ലോ. ഡ്രോ മീ നിയറർ 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 ബ്ലെസ്സഡ് ലോർഡ്, where to the cross where thou hast died. Yes, draw me nearer, 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 blessed Lord, to thy precious riven side. praise God. സ്തോത്രം. എന്നെ അടുപ്പിച്ച് നിർത്തണേ. ഡ്രോ മീ നിയറർ ഓ ഗാഡ്. കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവെ ആകർഷിക്ക. മലയാളത്തിൽ എങ്ങനെയാ ആ പാട്ട്? ആകർഷിക്ക, ആകർഷിക്ക, ആകർഷിക്ക. എവിടേക്ക്? നീ മരിച്ച ക്രൂശിങ്കലേക്ക്.
രണ്ടാമത് പറയുന്നു, നിന്റെ മുറിഞ്ഞ മാറിടത്തിലേക്ക് എന്നെ ആകർഷിക്കുക, എന്നെ ചേർത്ത് നിർത്തണേ കർത്താവേ. നമുക്ക് ഈ രാത്രി ആ പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്തോത്രം ഗാനമാണത്. കർത്താവിനോട് നമ്മെ ചേർത്ത് നിർത്തുവാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഒരിക്കലും നിന്റെ ക്രൂശ് വിട്ട്, നിന്റെ മുറിഞ്ഞ മാറിടം വിട്ട് എങ്ങും പോകാൻ എന്നെ അനുവദിക്കരുതേ. സ്തോത്രം. നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാകട്ടെ. സ്തോത്രം. എന്തൊക്കെ എൻ്റെ മുമ്പിൽ ഉണ്ടായാലും, എന്തൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ ഉണ്ടായാലും, അതിലേക്കൊന്നും എൻ്റെ ശ്രദ്ധ ആകർഷിക്കപ്പെടാതെ അങ്ങയോട് മാത്രം ഞാൻ ചേർന്ന് നിൽപ്പാൻ ദൈവമേ എന്നെ ഒരുക്കണമേ. സ്തോത്രം. ആ ക്രൂശിനോട് സ്നേഹത്തിന്റെ പാശങ്ങളാൽ എന്നെ ഒന്ന് ചേർത്ത് കെട്ടണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സ്തോത്രം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. സ്തോത്രം. ഒന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. നമുക്ക് തുടർന്ന് മുൻപോട്ട് പോകാം. നാം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നിന്നായിരുന്നു ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചത്. സ്തോത്രം. അടുത്ത വാക്യം ഒന്നും കൂടെ വായിക്കാം. ഇന്നലെ നമ്മൾ വായിച്ചെങ്കിലും ഒന്നും കൂടെ വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. Jesus begins with condemnation, condemning the church. ലവോദിക്യ സഭയെ കുറ്റം പറഞ്ഞുകൊണ്ട്, ലവോദിക്യ സഭയുടെ കുറ്റങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തു ഇവിടെ ആരംഭിക്കുന്നത്. സ്തോത്രം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇത് സൽപ്രവൃത്തി വല്ലതും ആണോ? അല്ല. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് രീതിയിൽ പറയാം. എനിക്കറിയാം ഇവിടെ മോനെ, എനിക്കറിയാം. എനിക്കറിയാം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്വരത്തിലല്ലയോ അർത്ഥം ഇരിക്കുന്നതെന്ന്. കർത്താവ് മറ്റു സഭകളോടൊക്കെ പറഞ്ഞത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. വളരെ ക്രിയാത്മകമോ സകാരാത്മകമോ ആയിട്ടായിരുന്നെങ്കിൽ, ലവോദിക്കയോട് പറയുന്നത് എനിക്ക് നിന്റെ പ്രവൃത്തി അറിയാം കേട്ടോ, എനിക്കറിയാം, ഇങ്ങനെയാ. സ്തോത്രം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായ രീതിയിലാണ് കർത്താവ് പറയുന്നത്. അവരുടെ അടുത്ത കുറ്റം എന്താണ്? ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, പിന്നെ ലൂക്വാം, ശീതോഷ്ണവാനാണ്. സ്തോത്രം. ഉഷ്ണവാൻ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന മൂലപദത്തിന്റെ അർത്ഥം നോട്ട് ഇൻ എ ബോയിലിംഗ് പോയിന്റ്, തിളച്ചുമറിയുന്ന അവസ്ഥ. സെസ്റ്റോസ് എന്നാണ്, ZESTOS, സെസ്റ്റോസ്, ഹോട്ട് എന്നുള്ളതിന്. എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് ഇൻ എ ബോയിലിംഗ്
പോയിന്റ്. എന്നോടുള്ള സ്നേഹത്തിൽ, എന്നോടുള്ള തീക്ഷ്ണതയിൽ, എന്നോടുള്ള ഭക്തിയിൽ, സുവിശേഷത്തിന് വേണ്ടിയുള്ള ജാഗ്രതയിൽ ഒന്നും നീ തിളച്ചുമറിയുന്ന ഒരു തീവ്രമായ ആത്മീയതയുടെ, ഒരു തീവ്രമായ ആത്മബന്ധത്തിന്റെ അവസ്ഥയിലല്ല. സ്തോത്രം. പിന്നെ യു ആർ നോട്ട് കോൾഡ് ഓൾസോ. സ്യൂക്രോസ് എന്നാണ് ഗ്രീക്ക് പറയുന്നത്. PSUCHROS, PSUCHROS, സ്യൂക്രോസ് എന്ന് പറഞ്ഞാൽ എ ഫ്രീസിംഗ് പോയിന്റ്, ഘനീഭവിക്കുന്ന തണുത്തുറഞ്ഞ അവസ്ഥ. അതുമല്ല നിനക്ക്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, ഓർക്കുന്നുണ്ടോ? ന്യൂട്രാലിറ്റി ഓഫ് ദ ലവോഡീഷ്യൻ ചർച്ച് എന്ന്. രണ്ടിലും അല്ല, രണ്ടിൽ ഏതെങ്കിലും ഒന്നായി. ഒന്നുകിൽ നീ എന്നോടുള്ള ബന്ധത്തിൽ കത്തി നിൽക്കുന്ന അനുഭവമായിരിക്കണമായിരുന്നു. There was an unwritten saying of Christ. യേശുക്രിസ്തുവിൻ്റേത് എന്ന് പറയപ്പെടുന്ന, ബൈബിളിൽ എഴുതിയിട്ടില്ലാത്ത ഒരു ഉദ്ധരണിയുണ്ട്. ബൈബിളിൽ എഴുതിയിട്ടില്ലാത്തതും യേശു പറഞ്ഞത് എന്ന് വിശ്വസിക്കുന്നതുമായ ഒരു ഉദ്ധരണി, an unwritten saying of Christ എന്ന് പറഞ്ഞാൽ, he who is near me is near the fire. യേശു പറഞ്ഞെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉദ്ധരണി, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു എന്താ ചൊല്ലാണ്. He who is, Christ says, he who is near me is near the fire. യേശുവിനോട് അടുത്തിരിക്കുന്ന വ്യക്തികൾ, കർത്താവ് പറയുകയാണ്, എന്നോടടുത്തിരിക്കുന്നവൻ തീയോടടുത്തിരിക്കുന്നു. കർത്താവിനോട് അടുത്തിരിക്കുന്നവന്റെ അനുഭവം എന്താണ്? കത്തുന്ന അവസ്ഥയാണ്. ഈ കത്തല് പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങുന്നത് കൊണ്ടൊന്നും അല്ല കേട്ടോ. പകരം ഈ തീയെന്നും ഈ ചൂടെന്നും ഒക്കെ പറയുന്നത് എന്താ? ആ തീവ്രതയെ കാണിക്കുന്ന പദമാണ്. സ്തോത്രം. തീവ്രതയെ കാണിക്കുന്ന പദമാണ്. തീവ്രമായ ബന്ധം, തീവ്രമായ സ്നേഹം, തീവ്രമായ ഭക്തി, ആഴമായ സമർപ്പണം. സ്തോത്രം. കർത്താവിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ഭയങ്കര ആഗ്രഹം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുള്ള അടങ്ങാത്ത അഭിലാഷം. സ്തോത്രം. Yeah, his heart is aflame for the Lord, full of zeal. ഇവിടെ ചൂട് അല്ലെങ്കിൽ ഉഷ്ണവാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവത്തോടുള്ള അല്ലെ ക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തം ഉള്ളം കത്തുന്ന ഒരനുഭവം. സ്തോത്രം. ഉള്ളം കത്തുന്ന ഒരനുഭവം. നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ എഞ്ചിൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിന് ഓടാനുള്ള ഒരു പ്രവണതയാണല്ലോ. അതേസമയം എഞ്ചിൻ തണുത്തിരിക്കുകയാണെങ്കിൽ വണ്ടി റേസ് കൊടുത്താലും ഒന്ന് ഇടിച്ചിടിച്ച് അങ്ങ് നിൽക്കും. എന്നാൽ എഞ്ചിൻ ചൂടായാൽ റേസ് കൊടുത്തില്ലെങ്കിലും ഓടാനുള്ള ഒരു പ്രവണതയുണ്ടാവും. സ്തോത്രം.
പലരുടെയും ഹൃദയം എങ്ങനെയാ? ചിലരങ്ങ് ഇനിയും ഭക്തിയും വിശ്വാസവും ദൈവനും ഒന്നും വേണ്ട, പോട്ടെ, അങ്ങ് ലോകത്തിലേക്ക് അങ്ങ് ഇറങ്ങി. വേറെ ചിലരോ കർത്താവിന് വേണ്ടിയുള്ള തീവ്രതയിൽ ഓടുകയാ, ഭയങ്കര എരിവോടെ ഓടുകയാ. ഹൃദയത്തിന് തീ പിടിച്ച പോലെയാണ് അവര്. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ അസ്ഥികൾക്ക് ഉള്ളിലെ മജ്ജ എടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് തീക്കനൽ കുത്തി നിറച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ യിരെമ്യാ പ്രവാചകനെ നമുക്ക് ഓർമ്മയുണ്ട്. നിന്റെ വചനം, ദൈവത്തിന്റെ വചനം, ദൈവത്തോട് പറയാം, നിന്റെ വചനം തീ പോലെ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥനയിലൊക്കെ ഓർക്കാറുണ്ടല്ലോ. നമുക്കറിയാം യിരെമ്യാവ് ശുശ്രൂഷയൊക്കെ തുടങ്ങിയപ്പം പ്രായം കുറവായിരുന്നു. ഹി വാസ് മൈനർ. ആൾക്കാരൊക്കെ അങ്ങ് എതിർപ്പ, ഭയങ്കര എതിർപ്പ്, ഇടയ്ക്ക് തല്ലുമൊക്കെ കൊണ്ടു. ഒടുവിൽ വിചാരിച്ചു, വെറുതെ എന്തിനാ ഞാൻ ആൾക്കാരെ ഒഫൻഡ് ചെയ്യുന്നത്, ഞാൻ എന്തിനാ വെറുതെ ആൾക്കാർക്ക് ഇടർച്ച വരുത്തുന്നത്, ഇനി അങ്ങ് മിണ്ടാതിരുന്നേക്കാം. ഞാൻ ഇനിയും പ്രവചിക്കുന്നും പ്രസംഗിക്കുന്നൊന്നുമില്ല, ഞാൻ അങ്ങ് മിണ്ടാതിരുന്നേക്കാം. അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് യിരെമ്യാവ് എത്തി. ശല്യം വേണ്ട, വഴക്കുണ്ടാക്കണ്ട, ആർക്കും ഇടർച്ചയാകണ്ട. കുറച്ചു സമയം, എത്ര നാൾ ഇരുന്നൊന്നും അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞേ? അതെന്റെ അസ്ഥികളിൽ അടക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ. സ്തോത്രം. റെഫറൻസോടെ പറഞ്ഞൊരു സുജയ. യിരെമ്യാവ് 20:9. 20:9 ജെറമായ. സ്തോത്രം. ഞാന് അതിന്റെ ഒരു വാക്യം മുകളിൽ നിന്ന് വായിച്ചോ, ഞാൻ ഈ പറഞ്ഞതും കൂടെ ചേർത്ത്. സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. ഞാൻ ഇനി അവനെ ഓർക്കയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ, അത് എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. സ്തോത്രം. യിരെമ്യാവ് ഇങ്ങനെയൊക്കെ അങ്ങ് ചിന്തിച്ചു, വെറുതെ ശല്യം ഉണ്ടാക്കണ്ട. അപ്പൊ പറയുക, ഞാൻ ഇനിയും അങ്ങനെയെങ്ങാണം മിണ്ടാതിരുന്നാൽ എങ്ങനെയായിരിക്കും? In my mind and heart it is as if there were a burning fire shut up in my bones. Praise God. And I am weary of enduring and holding it in. I cannot contain it any longer. സ്തോത്രം. അസ്ഥിക്കകത്ത് തീക്കനലുകൾ കുത്തി നിറച്ച് എത്ര നേരം പിടിച്ചു നിൽക്കാം? സ്തോത്രം. പറ്റത്തില്ല, പറ്റത്തില്ല. ചിലപ്പം ചൂടുള്ള ഗ്ലാസ് വല്ലോ നമ്മൾ എടുത്തോണ്ട് പോവാ, തൊടുന്ന സമയത്ത്, പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത്ര ചൂട് തോന്നത്തില്ല. സെക്കൻഡുകൾ പിടിച്ചു കഴിയുമ്പോഴേക്കും സഹിക്കാൻ വയ്യാത്ത ചൂടാ. അപ്പോഴേക്കും ഇത് നമ്മളെ താഴെ ഇടും എന്നൊരു ഗതി വരും അല്ലെ, പിടിച്ചു വെക്കാൻ ഒക്കത്തില്ല. ഒരു ഗ്ലാസ് ചായ, അല്ല ഒരു കപ്പ് ചായ, ഈ പിടിയില്ലാത്ത ഒരു കപ്പിനകത്ത് നമ്മളിങ്ങനെ ചൂട് ചായ എടുത്ത ഒരാൾക്ക് കൊടുക്കാൻ പോയാ, എടുക്കുമ്പം വലിയ ചൂട് കാണത്തില്ലെങ്കിലും സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും നമുക്ക് സഹിക്കാൻ വയ്യാത്തതുപോലെ ഇത് ചൂടാകും. താത്തു വെക്കാൻ സ്ഥലമില്ലെങ്കിൽ ചായ പോയാ പോട്ടെന്ന് വിചാരിച്ച താഴെ ഇടും. ഇതുപോലെ യിരെമ്യാവ് പറയുക, എനിക്കിനിയും അത് എന്ത് ചെയ്യാൻ വയ്യ,
ആ ഭാഗം ഉണ്ടോ മലയാളത്തിൽ? ഓർക്കാൻ വയ്യ. ഐ cannot contain it. എനിക്കത് 9-ാം വാക്യത്തിൽ ഉണ്ടോ ആ ഭാഗം? അതോ ആംപ്ലിഫൈഡ് വേർഷനിലേ ഉള്ളോ? ബാക്കി വേർഷൻസിലുണ്ടോ ഇംഗ്ലീഷിൽ? Yes. Death in my heart, as it were, a burning fire shut up in my bones. I am weary with holding it in, and I cannot. Yeah. ഞാൻ സഹിച്ചു തളർന്ന് ഇരിക്കുന്നു. സ്തോത്രം. ഓക്കെ, മലയാളത്തിൽ ഞാൻ സഹിച്ച് തളർന്നിരിക്കുന്നു എന്ന്. ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ വ്യക്തമാണ്. ഐ ആം വെയറി ഓഫ് എൻഡ്യൂറിങ് ആൻഡ് ഹോൾഡിങ് ഇറ്റ്. ഞാൻ ഇത് ഈ അഗ്നി എന്റെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ച് തളർന്നിരിക്കുന്നു. അതുകൊണ്ട് ഐ കനോട്ട് കണ്ടെയ്ൻ ഇറ്റ് എനി ലോങ്ങർ. എനിക്ക് ഇനിയും അത് എന്റെ അകത്ത് സൂക്ഷിച്ചു വെക്കാൻ ഒക്കത്തില്ല, ഇനി പുറത്ത് വിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സഭയോട് കർത്താവ് എന്താ പറയുന്നത്? ലവോദിക്ക സഭയോട്, നിന്റെ അകത്ത് എന്നോട് ഇങ്ങനെയുള്ള ഒരു അഗ്നിയുടെ, തീവ്രതയുടെ, തീക്ഷ്ണതയുടെ അനുഭവം ഇല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. നാം കർത്താവിനോടുള്ള ബന്ധത്തിൽ, ഭക്തിയോടും സ്നേഹത്തോടും ഒക്കെയുള്ള ബന്ധത്തിൽ തീ പിടിച്ചവരായിരിക്കണം. സ്തോത്രം. റോമൻസ് 12:11, റോമർ 12:11. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ആത്മാവിൽ എരിവുള്ളവരായി. സ്തോത്രം. ആത്മീയ ജീവിതത്തിൽ ഇതാണ് വേണ്ടത്. സ്തോത്രം. പക്ഷേ മറ്റൊരു കൂട്ടരുണ്ട്, ഈ രണ്ടും അല്ലാത്ത, ചൂടും അല്ല തണുപ്പും അല്ല, ഫ്രോസണും അല്ല ബോയിലിങ്ങും അല്ല, പിന്നെന്താ? ലൂക്ക് വാം. സാധാരണ ഭാഷയിൽ, മലയാള ഭാഷയിൽ പറഞ്ഞാൽ വാട്ടവെള്ളം, ലൂക്ക് വാം. ഞങ്ങളൊക്കെ പൊതുവെ ചൂടുവെള്ളം കുടിക്കുന്നവരാ. പ്രത്യേകിച്ച് തൊണ്ടയ്ക്കൊക്കെ അസ്വസ്ഥത ഉണ്ടെങ്കിൽ പൊതുവെ മലയാളി പാസ്റ്റേഴ്സിനെ കുറിച്ചും പൊതുവെ മലയാളികളെ കുറിച്ചും നോർത്ത് ഇന്ത്യക്കാർക്കിടയിൽ നമ്മൾ ചൂടുവെള്ളം കുടിക്കുന്നവരാണെന്നൊരു ധാരണയുണ്ട്. ഇപ്പൊ ഞങ്ങള് മലയാളികളല്ലാത്തവരുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ സഭകളിൽ ശുശ്രൂഷകൾ ചെല്ലുമ്പം അവർ പറയും, പ്രത്യേകിച്ച് നമ്മുടെ ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ച പാസ്റ്റേഴ്സ് ഉള്ളവരാണെങ്കിൽ, സഹോദരന്മാരെ, നമ്മുടെ പാസ്റ്റർ ചൂടുവെള്ളം കുടിക്കത്തുള്ളൂ കേട്ടോ, ഒന്ന് ഇച്ചിരി ചൂടാക്കി കൊണ്ടുപോവാ. ഈ പറയുന്നതും കേൾക്കാം. നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ച വെള്ളം അവരെടുത്തോണ്ട് പോയി സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും ചൂടാക്കി കൊണ്ടുവരും. അപ്പോഴേ നമുക്കറിയാം ഇത് തിളപ്പിച്ചതല്ല, ചുമ്മാതെ ചൂടാക്കി കൊണ്ടുവരിക. എന്റെ കർത്താവേ, വയറിന്റെ അസ്വസ്ഥത ഉണ്ടാകല്ലേ എന്നും പറഞ്ഞാ കുടിക്കുന്നത്. ഈ 2 ആഴ്ചക്ക് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഛത്തീസ്ഗഡിലെ മീറ്റിങ്ങിന് പോയത്. അവിടെ എന്നോടൊപ്പം അവിടുത്തെ IPCയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് കർത്താവിന്റെ ദാസനും ഉണ്ടായിരുന്നു. മലയാളികൾ ഞങ്ങൾ 2 ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം അവിടുത്തുകാരായ ദൈവദാസന്മാരും ദൈവമക്കളുമാണ്. ഒരു മലയാളി വിശ്വാസി ഫാമിലി ഉണ്ടായിരുന്നു. ബാക്കി പാസ്റ്റേഴ്സും ഞങ്ങളുടെ ഹോസ്റ്റും എല്ലാം അവിടുത്തുകാരായിരുന്നു. അപ്പൊ ഈ ദൈവദാസൻ എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് വെള്ളം കൊണ്ടു തരുമ്പം ചോദിക്കുമായിരുന്നു, ഈ ഗരം പാനി ഹേ കി ഉബല പാനി ഹേ? ഓരോ പ്രാവശ്യം ഒരു വെള്ളം കൊണ്ട് തരുമ്പോൾ ഇദ്ദേഹം ചോദിക്കാറുണ്ടായിരുന്നു, ഇത് ചൂടുവെള്ളമാണോ അതോ തിളപ്പിച്ച വെള്ളമാണോ?
ചിലര് ഞങ്ങൾക്ക് കൊണ്ടുതരുന്നത് വെറുതെ ആ തണുപ്പൊന്ന് മാറ്റി, കുളിക്കാൻ നമ്മൾ വെള്ളം ചൂടാക്കത്തില്ലേ, അതുപോലെ തണുപ്പൊന്ന് മാറ്റിയിട്ട് എന്നാ ചൂടുവെള്ളം കുടിച്ചു എന്നും പറഞ്ഞ് കൊണ്ടുതരും. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി ചൊറിയൊക്കെ ഉണ്ടായിരുന്നു, കരപ്പൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ചില സമയത്ത് വയറൊന്ന് ശുദ്ധീകരിക്കണമെന്നും പറഞ്ഞ് ഡോക്ടർമാര് പറഞ്ഞു വിടും. അപ്പം അതിനൊരു മരുന്നായിരുന്നു വാട്ടവെള്ളം കൊടുക്കണമെന്ന്. വാട്ടവെള്ളം, ലൂക്ക് വാം വെള്ളം കുടിച്ചാൽ വയറൊഴിയും, വയറ് ശുദ്ധമാകും. ഇവിടെ സഭയോട് പറയുകയാണ്, ലവോദിക്ക സഭയെ, നിങ്ങൾ ഇന്ന് ഏത് പരുവത്തിലാ? വാട്ടവെള്ള പരുവത്തിലായിരിക്കുന്നത്. യു ആർ എ ഹാം ഫോർ ഹെൽത്ത്. നീ ആരോഗ്യത്തിന് ഹാനികരമായ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്, ദ ചർച്ച് ലോസ് ഇറ്റ്സ് റെലവൻസി. സഭ അപ്രസക്തമായി എന്ന് ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ? സ്തോത്രം. അങ്ങനെയാകരുത്. നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണോ, നമ്മൾ ആത്മീയ എരിവുള്ളവരായിരിക്കും. സ്തോത്രം. ആ തീഷ്ണതയിലും സ്നേഹത്തിലും ഭക്തിയിലും ഒക്കെ കത്തി നിൽക്കുന്നവരായിരിക്കും. സ്തോത്രം. പക്ഷേ ഇന്നത്തെ അവസ്ഥയോ? എനിക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ ആരും നമ്മുടെ ഈ ക്ലാസ്സുകളുടെ ആദ്യത്തെ ദിവസം ഇല്ലായിരുന്നു. ചിലപ്പോൾ എൻ്റെ ഭാര്യ ഒഴികെ, അല്ലെങ്കിൽ സൂസനും റൂഫസും ഒഴികെ വേറെ ആരും അന്നത്തെ ക്ലാസ്സിലുള്ളവർ ഇതിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും ഇല്ല. കാരണം ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സിൽ ഞങ്ങൾ 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വായിച്ചതും പഠിച്ചതും ഈ ക്ലാസ്സുകൾക്ക് ആധാരമായി എടുത്തതും അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ ചിലർക്ക് ഓർമ്മ കാണും. സുജയ്ക്ക് ഓർമ്മയുണ്ടല്ലേ? എവിടെ നിന്നായിരുന്നു? ഓർമ്മയുണ്ടോ? പറഞ്ഞു. എബ്രായ ലേഖനം 12-ാം അധ്യായം. വെരി ഗുഡ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്നുമാ. ഓക്കെ, ബെൻസി ഉണ്ട് ഇവിടെ. ഓക്കെ, ബെൻസിക്ക് ഓർമ്മയുണ്ടോ? സ്തോത്രം. അന്ന് ഞാൻ പറഞ്ഞത്, ഈ ക്ലാസ്സുകൾ തുടങ്ങിയത് ഇത് പറഞ്ഞുകൊണ്ടാണ്. ആദ്യത്തെ ക്ലാസ്, ഇൻട്രൊഡക്ടറി ക്ലാസ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ദൈവസ്നേഹത്തിൽ തിളച്ചു മറിയേണ്ടവരാണ് നാം. നമ്മുടെ ഉള്ളം തിളച്ചു മറിയണം കർത്താവിന് വേണ്ടി. ബോയിലിംഗ് പോയിന്റിലായിരിക്കണം. We should be zealous, enthusiastic. വളരെ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. നമ്മൾ പാട്ട് പാടത്തില്ലേ? യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതാമേ. സത്യമായിട്ടാണ്. യേശു എന്ന നാമമൊക്കെ കേട്ടാലേ നമ്മുടെ അകത്ത് ഭയങ്കര ഒരു ജാഗ്രത ഉണ്ടാകുമോ? ഇയ്യോബിന്റെ പുസ്തകത്തിൽ പടക്കുതിരയെ കുറിച്ച് പറയുന്നത് പോലെ. സ്തോത്രം. പട്ടാളത്തിലായിരുന്ന കുതിരകളുണ്ട്. അതുപോലെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ കുതിര ഉണ്ട്, ഇപ്പോഴും ഉണ്ട് കുതിര, എന്തായാലും വളരെ കുറവാണ്. കവൽറി എന്ന ബറ്റാലിയൻ തന്നെ ഇന്നുണ്ടെങ്കിലും കുതിരകളൊന്നും അങ്ങനെയില്ല. എന്നാൽ ഇന്ന് കുതിരകളെക്കാൾ കൂടുതൽ സൈന്യത്തിലും പോലീസിലും ഒക്കെ നായ്ക്കളുണ്ട്. പോലീസ്
ഡോഗ്സ് ഉണ്ട്. ഇവയ്ക്കും ഉണ്ട് റിട്ടയർമെന്റ്. പണ്ടൊക്കെ ആണെങ്കിൽ കുതിരകളായിരുന്നു ധാരാളം. അത് വെച്ചുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് റിട്ടയറായ ഒരു പടക്കുതിര, അതിന്റെ പേരെന്നാലും പടക്കുതിര എന്ന് നമ്മൾ പറഞ്ഞല്ലേ, എക്സ് സർവീസ്. അതിന് ആ സൈന്യത്തിൽ നിന്നും യുദ്ധത്തിൽ നിന്നും വിരമിച്ച ഒരു കുതിരയാണെങ്കിലും അതിന്റെ വിസിലടിയും ബാൻഡുമേളവും ഒക്കെ കേൾക്കുമ്പം പഴയ ഓർമ്മ വരും. ഇതിനൊക്കെ റിട്ടയർ ആയെന്നൊന്നും ഓർക്കത്തില്ല. പഴയതുപോലെ കുഞ്ചുരോമങ്ങളൊക്കെ ഉയർത്തി ആള് യുദ്ധത്തിന് സ്തോത്രം. ഇതുപോലെ നാം ഉഷ്ണവാന്മാരാണെങ്കിൽ, ആത്മീയ എരിവുള്ളവരാണെങ്കിൽ, തീവ്രമായ ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ അകത്ത് കർത്താവിനോടുള്ള സ്നേഹവും ഭക്തിയും സേവന സന്നദ്ധതയും ഒക്കെ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കും. സ്തോത്രം. എന്നാൽ ഇന്ന് അതൊക്കെ ഏത് പരുവത്തിൽ എത്തി നിൽക്കുന്നെന്നാണ് എബ്രായ ലേഖനം 12 പറയുന്നത്. ഓർമ്മയുള്ളവരെന്ന് പറഞ്ഞു. 1-ാം വാക്യത്തിൽ സ്ഥിരത നഷ്ടപ്പെട്ട് ഓടുന്നു. സ്ഥിരതയോടെ അങ്ങോട്ട് പോകാൻ വയ്യ. ഇടയ്ക്കിടയ്ക്ക് നിർത്തി. നമ്മൾ പണ്ട് പിള്ളേരുടെ കഥയിൽ പറയുന്ന മുയൽ ഓടിയതുപോലെയാ ഓടുന്നത്. ടൊട്ടോയ്സ് പോലെ, ആമ ഓടിയതുപോലെ ഓടണമായിരുന്നു സ്ഥിരതയോടെ. പക്ഷേ അങ്ങനെയല്ല, സ്ഥിരത നഷ്ടപ്പെട്ടവരായി. 3-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു ക്ഷീണിച്ചവരായി. വീണ്ടും 3-ാം വാക്യത്തിൽ പറയുന്നു മടുപ്പുള്ളവരായി. സ്തോത്രം. 5-ാമത്തെ 4-ാം വാക്യത്തിലുണ്ട് പാപത്തോടെ എതിർപ്പൊന്നും ഇല്ലാത്തവരായി. പാപത്തോടെ എതിർപ്പൊന്നുമില്ല. 5-ാം വാക്യത്തിൽ കർത്താവിന്റെ ശിക്ഷ നിരസിക്കുന്നവരായി. വീണ്ടും 5-ാം വാക്യത്തിൽ പറയുന്നു, പറഞ്ഞു, കർത്താവ് ശാസിക്കുമ്പോൾ മുഷിയുന്നവരാകുന്നു. മുഷിപ്പുള്ളവരായി. കർത്താവിന്റെ ഉപദേശമൊന്നും ഇപ്പം ഇഷ്ടമല്ല, മുഷിപ്പ. വേറെ വല്ലതും പറയാനുണ്ടെങ്കിൽ പറ. എപ്പോഴും ഇതേ ഉള്ള മുഷിഞ്ഞവരായി, മുഷിപ്പുള്ളവരായി. പിന്നെ 6-ാം വാക്യത്തിന്റെ ഒടുവിലുണ്ട് പ്രബോധനം അഥവാ ദൈവവചനം, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടി മറന്നവരായി. ഫൊർഗെറ്റ്ഫുൾനെസ്, മറവിയുള്ളവരായി, മറന്നവരായി. ഇങ്ങനെ താഴോട്ട് വേറെ ഉണ്ട്. തൽക്കാലം അത്രയും കൊണ്ടങ്ങ് നിർത്തുക. എങ്ങനെയായിരിക്കണമായിരുന്നു? ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ഉഷ്ണവാന്മാരായിരിക്കണമായിരുന്നു സഭ. പക്ഷെ ഇന്നോ ഈ പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങളിൽ ഇതിനെല്ലാം കൂടെ ചേർത്താണ് ലവോദിക്ക സഭയുടെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ശീതോഷ്ണവാന്മാരായിരിക്കുന്നു. അപ്പോൾ ശീതോഷ്ണവാന്റെ അർത്ഥം മനസ്സിലായല്ലോ.
ഉഷ്ണവാന്റെ അർത്ഥവും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരല്ലായിരുന്നെങ്കിൽ, യേശുവിനെ അറിയാത്തവരായിരുന്നെങ്കിൽ അതിന്റെ ശിക്ഷയെ ലഭിക്കുമായിരുന്നുള്ളൂ. പത്രോസ് അപ്പോസ്തലൻ അതാ പറയുന്നത്. 2 പത്രോസ് 2:20 എൻ്റെ ഓർമ്മ. 2 Peter 2:20. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. അടുത്തത്, തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. സ്തോത്രം. വ്യാഖ്യാനം വേണ്ടല്ലോ. സ്തോത്രം. അപ്പൊ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ടില്ലെന്നേ ഉള്ളായിരുന്നു, അതിനുള്ള അടിയേ കിട്ടുമായിരുന്നുള്ളൂ. എന്നാൽ ഇത് അറിഞ്ഞിട്ട്, കർത്താവിനെ സ്നേഹിച്ചിട്ട്, കർത്താവിൽ നിന്ന് ഡിവോഴ്സായി, കർത്താവിൽ നിന്ന് വിവാഹമോചനം നേടി, ജാരന്മാരെ വരിച്ച്, കർത്താവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും നഷ്ടപ്പെടുത്തി ലോകത്തിലേക്ക് ഇറങ്ങി ഇപ്പോഴും പൊയ്മുഖം ധരിച്ച്, കപടത ധരിച്ച്, കപടഭക്തിയുടെ ഒരു ബാഹ്യ ആവരണം ധരിച്ച്, ഭക്തരെന്ന് അഭിമാനിച്ച് ഉള്ളു മുഴുവൻ പൊള്ളയായി കഴിയുന്ന, പൊള്ളയായ ആത്മീയ ജീവിതം നയിക്കുന്ന അവസ്ഥ കർത്താവിന് സഹിക്കുന്നില്ല. സ്തോത്രം. ഇന്ന് നമുക്കൊക്കെ ധാരാളം അറിയാവുന്ന കേസുകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. സ്വന്തം കല്യാണം കഴിച്ച ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ ചതിക്കുന്നവർ, വിവാഹ ജീവിതം നയിച്ച് വിവാഹിതനായ അല്ലെ വിവാഹിതയായ ജീവിത പങ്കാളിക്കൊപ്പം പാർക്കുമ്പോൾ തന്നെ പരപുരുഷന്മാരുമായോ പരസ്ത്രീകളുമായോ ബന്ധം പുലർത്തുന്നവർ, സ്വന്തം വിവാഹിതയായ ജീവിത പങ്കാളിയെ വഞ്ചിക്കുന്നവർ, അതാണ് പറഞ്ഞത്. ആ സ്വന്തം ഭർത്താവോ ഭാര്യയോ ഈ വഞ്ചന അറിഞ്ഞാൽ എന്തു വേദനയായിരിക്കും? നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അധികമല്ലേ. ഇനി വേണ്ട, ചിലർ വേറെ പരപുരുഷ പരസ്ത്രീ ബന്ധമൊന്നുമില്ല, ഒറ്റ വീട്ടിലൊക്കെയാ താമസിക്കുന്നത്, എന്നാലും ശരി ജീവിത പങ്കാളിയോട് ആത്മാർത്ഥതയില്ലാതെ, ഒരു സ്നേഹബന്ധം ഉള്ളിൽ നിന്നില്ലാതെ, വെറും പൊള്ളയായ അഭിനയ പ്രകടനങ്ങൾ മാത്രം നടത്തുന്നെന്ന് ജീവിത പങ്കാളിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ എന്തു വേദനയായിരിക്കും ആ വ്യക്തിക്ക്. മനുഷ്യരാകുമ്പം ചതിക്കാൻ എളുപ്പമാ, രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ എളുപ്പമാ. ചുരുക്കം ചിലരുടേതൊക്കെ പുറത്തു വരൂ, അല്ലാത്തവർക്ക് ആയുഷ്പര്യന്തം പങ്കാളിയെ ചതിച്ച് ജീവിക്കാം. അറിയില്ല ഉള്ളിൽ എന്താണെന്ന്, ചിരിച്ചു കാണിച്ചാലും ഉള്ളിൽ നിന്നല്ലെന്നൊന്നും മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തില്ല, മനുഷ്യരായതുകൊണ്ട്. പക്ഷെ അങ്ങനെ ജീവിത പങ്കാളികളെ ഈ നിലകളിൽ എങ്ങനെയെങ്കിലും ചതിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിനെ നമുക്ക് വഞ്ചിക്കാൻ പറ്റുമോ? അവൻ നമ്മുടെ നാം പോലും അറിയാത്ത ഹൃദയ രഹസ്യങ്ങളെ അറിയുന്ന കർത്താവല്ലേ.
ആ കർത്താവ് പറയുന്നത്, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ഇതിലേതെങ്കിലും ഒന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു. നമ്മുടെയും ആത്മീയ ജീവിതത്തിൽ വന്ന തണുപ്പിനെ, നമ്മുടെയും ആത്മീയ ജീവിതത്തിൽ വന്ന എരിവ് കുറവിനെ, മടുപ്പിനെ ഒക്കെ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലൂടെ ഒന്ന് ഓടിച്ചു നോക്കിക്കോളൂ. ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ആ ബന്ധത്തെ ഊഷ്മളമാക്കാൻ ഈ രാത്രി നമുക്കൊരു തീരുമാനമെടുക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ തീഷ്ണത ദൈവവിഷയങ്ങളിൽ? സ്തോത്രം. ആത്മീയ കൂട്ടായ്മകളിൽ, ആത്മീയ വിഷയങ്ങളിൽ നമ്മുടെ താല്പര്യം എങ്ങനെയുണ്ട്? നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടോ? അല്ലെങ്കിൽ കൂട്ടായ്മയുള്ള ഒരു ദിവസത്തിന് വേണ്ടി, ദിവസം ഏതുമാകട്ടെ, പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കൂടി വന്നിരിക്കുക, പലയിടത്തും പലതാ. നമ്മുടെ തൊട്ടടുത്ത രാജ്യത്തും ശനിയാഴ്ചയാണ്, നേപ്പാളിൽ. മറ്റു പലയിടങ്ങളിലും പല ദിവസങ്ങളിലാ കൂട്ടായ്മകൾ. ആയിക്കോട്ടെ, ഇനി ഞായറാഴ്ച അല്ലെങ്കിൽ ആ ഒരു ദിവസം തന്നെ വേണമെന്നില്ല. എപ്പോഴെങ്കിലും സഭ കൂടിവരവിന് വേണ്ടി നമ്മുടെ അകത്തൊരു തീവ്രമായ താല്പര്യമുണ്ടോ? സ്തോത്രം. ആ താല്പര്യക്കുറവിന് നമ്മൾ പല കാരണങ്ങൾ പറയും. ഓ, 6 ബോറൻ പ്രസംഗ, ഒരു സുഖമില്ലാത്ത പാട്ട. അങ്ങനെയൊക്കെ നമുക്ക് പല കാര്യങ്ങൾ പറയാൻ കാണുമെങ്കിലും ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതെല്ലാം ആ ഭാഗങ്ങളിലുണ്ട്. പക്ഷേ ഒരു ദൈവീക വിഷയങ്ങളിൽ സ്തോത്രം, നമ്മുടെ അകത്ത് ഒരു തീവ്രത, ഒരു തീഷ്ണത ഇല്ല എങ്കിൽ അത് തരാൻ വേണ്ടി, നഷ്ടപ്പെട്ടെങ്കിൽ അത് മടക്കി പ്രാപിപ്പാൻ വേണ്ടി നമുക്ക് ആഗ്രഹത്തോടെ ഉഷ്ണവാന്മാരായി ദൈവത്തെ സേവിപ്പാൻ നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം? ഒന്നുമില്ല. ഇപ്പോൾ കർത്താവ് പറയുന്നു സഭയുടെ അവസ്ഥ. ഒന്ന്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞാൽ ദൈവീക അംഗീകാരയോഗ്യമായ പ്രവൃത്തികളായിരുന്നില്ല. Christ disapproves their deeds. ലവോദിക്യ സഭയുടെ പ്രവൃത്തികളെ കർത്താവ് അംഗീകരിക്കുന്നില്ല എന്നതാണ് 15-ാം വാക്യത്തിലെ ആദ്യ പ്രയോഗം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അതിന്റെ വിശദീകരണം 2-ാം ഭാഗത്ത് പറയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതോഷ്ണവാൻ. 4-ാമത്തെ കാര്യം പറയുന്നു, അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുമെന്ന? വായിൽ നിന്ന് ഉമിണ്ണുകളയും. സ്തോത്രം. ഇത് റെപ്രസെന്റേഷണൽ, പ്രാതിനിധ്യപരമായ, സാദൃശ്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സഭ എന്താ കർത്താവിന്റെ വായിലാണോ? അല്ലല്ലോ. ഉമിണ്ണ് കളയാൻ, സ്തോത്രം, സ്പിറ്റ് ചെയ്യാൻ അല്ല. ഇത് രൂപകാത്മകമായി പറഞ്ഞിരിക്കുക. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നിന്നിലുള്ള എന്റെ പ്രതീക്ഷ ഞാന് അവസാനിപ്പിക്കും. നിന്റെ പുറകെ ഞാൻ വരുന്ന കാര്യം ഞാൻ വിട്ടുകളയും.
Now I'm after you. I have not given you up. I haven't given up my plan for you. Still I'm after you. But if you do not come back to that spiritual fervence, I will give you up. നല്ലൊരു ഉദാഹരണം യൂദ ഇസ്കോരിയോത്താവിൻ്റെതാ. യൂദ ഇസ്കോരിയോത്താവ് അവൻ ആരാണെന്നും എന്ത് ചെയ്യുമെന്നുമെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവ് അവനെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുത്തു. ശിഷ്യന്മാരിൽ നിന്നും അപ്പോസ്തോലനായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോസ്തോലന്മാരിൽ തന്നെ കോശാധ്യക്ഷ ട്രഷററായിട്ട് നിയമിച്ചു. അവൻ സഞ്ചിക്കകത്ത് കൈയിടുമായിരുന്നൊക്കെ അറിഞ്ഞിട്ടും കർത്താവ് അവനെ ശാസിച്ചില്ല, വിളിച്ചു ചോദിച്ചൊന്നുമില്ല. പക്ഷെ അവന് മാത്രം മനസ്സിലാകുന്നത് പോലെ 3 വർഷത്തിലധികം പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങളിൽ ഒരുത്തൻ പിശാചാണ്, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. ഏറ്റവും അവസാനത്തെ ഒരു ചാൻസും കൂടെ കൊടുത്തു. ചുംബനത്താൽ ഒറ്റിക്കൊടുക്കാൻ വന്നപ്പോൾ, സ്നേഹിത, ചുംബനത്താലാണോ നിന്റെ ഗുരുവിനെ കാണിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കുന്നത്? അപ്പോഴെങ്കിലും അവന് കാൽക്കൽ വീഴാമായിരുന്നു. അല്ലെങ്കിൽ ആ കെട്ടിപ്പിടുത്തത്തിൽ പെടലിൽ നിന്നും വിടാതെ ഗുരുവേ ക്ഷമിക്കണമേ എന്നവന് അപേക്ഷിച്ച് ക്ഷമ പ്രാപിക്കാമായിരുന്നു. സ്തോത്രം. അനുതാപത്തിന്റെ കണ്ണീരുകൊണ്ട് കർത്താവിന്റെ പാദം കഴുകിയില്ലെങ്കിലും കർത്താവിന്റെ തോളയിലെങ്കിലും 2 തുള്ളി വീഴ്ത്താമായിരുന്നു. പക്ഷേ അപ്പോഴും അവൻ ചെയ്തില്ല. ഒക്കെ കഴിഞ്ഞിട്ട് ദൂരെ മാറിയിരുന്നു എന്ത് സംഭവിക്കുമെന്നറിയാൻ. അപ്പോഴാണ് കണ്ടത് യേശുവിനെ അവർ കുറ്റം വിധിച്ചു, അല്ലെങ്കിൽ ശിക്ഷയ്ക്ക്, കുറ്റമല്ല ശിക്ഷയ്ക്ക് വിധിച്ചു. മത്തായി 27-ാം അധ്യായത്തിലെ കാര്യമാണ്. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചെന്ന് കണ്ടപ്പോഴേക്കും ഇവൻ ആവലാതിയായി, പിന്നെ വെപ്രാളമായി, സ്വസ്ഥത നഷ്ടപ്പെട്ടു. കുറ്റബോധം കൊണ്ട് അവൻ പിടിക്കപ്പെട്ടു. അവൻ ഓടി നടക്കാൻ തുടങ്ങി. പിന്നെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ ഒറ്റിക്കൊടുക്കാൻ വരുന്ന മുഖാമുഖം ഗുരുവിനോട് നിന്ന് സ്നേഹനിധിയായ കർത്താവിന്റെ സ്നേഹത്തിന്റെ വാക്കുകളെ മുഖത്തു നോക്കി ചോദിച്ചിട്ടും അവൻ നിരസിക്കുന്നതുവരെ അവന് മാനസാന്തരത്തിന് അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ അപ്പോഴും മാനസാന്തരപ്പെടാൻ കഴിയാഞ്ഞതുകൊണ്ട് കർത്താവ് അവനെ എന്ത് ചെയ്തു? ലവോദിക്കയോടുള്ള ഭാഷയിൽ പറഞ്ഞാൽ ഉമിണ്ണുകളഞ്ഞു, തുപ്പിക്കളഞ്ഞു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ then there was no chance of repentance. ഇവിടെ അത് തന്നെയാണ് ലവോദിക്കയോട് പറയുന്നത്. ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയുമെന്ന് പറഞ്ഞാൽ നിനക്ക് ഇനിയും മാനസാന്തരത്തിനൊരു അവസരമില്ലാത്തതുപോലെ നിനക്ക് എങ്കിലേക്കുള്ള വഴി ഞാൻ അടച്ചു കളയും. നീ മരിക്കണമെന്നില്ല, നീ രോഗിയാകണമെന്നില്ല, നിന്റെ സമ്പന്നതയ്ക്ക് എന്തെങ്കിലും കോട്ടമുണ്ടാകണമെന്നില്ല, നിന്റെ അസറ്റ്സിന് നിന്റെ സ്വത്തിന് കുറവുണ്ടാകണമെന്നില്ല, നിന്റെ
പൊതുജന പിന്തുണയ്ക്ക് കുറവുണ്ടാകണമെന്നില്ല. നിന്റെ പ്രൊമോഷൻ ഇൻക്രിമെന്റും തടയപ്പെടണമെന്നില്ല. അതൊന്നുമില്ല. അതൊക്കെ ചിലപ്പോൾ നടന്നുകൊണ്ടേയിരിക്കും. ഒറ്റ കാര്യമുള്ളൂ നിനക്ക് മുടങ്ങുന്നത്. എന്തേ? മാനസാന്തരം. തിരികെ വരാനുള്ള, ദൈവത്തിങ്കലേക്ക് വരാനുള്ള വഴി അടയപ്പെടും. സ്തോത്രം. അങ്ങനെ നമുക്കാർക്കും ഭവിക്കരുത്. കർത്താവേ, അത് തന്നെയാണ് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചതും ഇന്നലെ ഏതോ ഒരു ചോദ്യത്തിന് ഉത്തരമായി നിങ്ങൾ പലരും പറഞ്ഞതും. 51 സങ്കീർത്തനം 11 വാക്യം, നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. ഒന്നാമത്തെ രാജാവായിരുന്ന ശൗൽ, ദൈവം അവനെ തള്ളിക്കളഞ്ഞിട്ടും, ദൈവം അവനെ ഉമിണ്ണുകളഞ്ഞിട്ടും ചില വർഷങ്ങൾ കൂടെ അവൻ രാജാവായി തുടർന്നു. ദൈവം അവനെ ഉമിണ്ണുകളഞ്ഞപ്പോൾ, ശൗൽ രാജാവിനെ ദൈവം ഉമിണ്ണുകളഞ്ഞപ്പോൾ, നീക്കിക്കളഞ്ഞപ്പോൾ ഉടനെ അവൻ മരിച്ചോ? ഇല്ല. രാജസ്ഥാനത്ത് നിന്നും മാറിയോ? ഇല്ല. ദൈവം തള്ളി, പക്ഷേ സിംഹാസനത്തിൽ അപ്പോഴും അവൻ തന്നെയായിരുന്നു, വീണ്ടും വർഷങ്ങളോളം. ഇതാണ് ഉമിണ്ണുകളയുക. സഭയോട് പറയുന്നത് അതാ. ഏതാണ്ട് എഫെസോ സഭയോട് പറഞ്ഞ ശിക്ഷാവാചകങ്ങൾ പോലെ തന്നെ ഇവിടെ ലവോദിക്കയോടും പറയുന്നു. എഫെസോസിനോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നീ മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ വരികയും, ബാക്കി നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും. സ്തോത്രം. അതിന്റെ അർത്ഥമൊക്കെ നമ്മൾ പഠിച്ചത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. ഇവിടെ ഏതാണ്ട് അതേ നിലയിൽ തന്നെ ലവോദിക്കയോടും പറയുന്നു, ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും, മാനസാന്തരത്തിനുള്ള വഴി നിർത്തും. നീ പിന്നെ എത്ര നിലവിളിച്ചാലും എന്തുണ്ടാവില്ല? മാനസാന്തരം ഉണ്ടാവില്ല. എബ്രായർ 12 നമ്മൾ വായിക്കുന്നത് പോലെ ഏശാവിനെ പറ്റി കരഞ്ഞു, പക്ഷെ അവൻ എന്തുണ്ടായില്ല? മാനസാന്തരത്തിന് അവസരം കിട്ടിയില്ല. ഇതാണ് ഉമിണ്ണുകളയുക എന്നതിന്റെ അർത്ഥം. സ്തോത്രം. അങ്ങനെ നമുക്ക് ഭവിക്കരുത്. ജാഗ്രതയിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്നും ഞങ്ങളെ തള്ളിക്കളയരുതേ. ആദം ഹവ്വമാരെ ഏദനിൽ നിന്നും ഇറക്കി വിട്ടതുപോലെ, കയീനെ ദൈവം തിരുസന്നിധിയിൽ നിന്നും ആട്ടിക്കളഞ്ഞതുപോലെ, ഏശാവിന് മാനസാന്തരത്തിന് ഇടം ലഭിക്കാതിരുന്നതുപോലെ, ശൗലിനെ രാജസ്ഥാനത്ത് നിന്നും നീക്കിക്കളഞ്ഞതുപോലെ, അനന്യ സഫീറമാർക്ക് മാനസാന്തരത്തിന് അവസരം ഇല്ലാതിരുന്നത് പോലെ, യൂദായിക്ക് മാനസാന്തരത്തിന് അവസരമില്ലാതെ ഒടുവിൽ കുറ്റബോധത്താൽ പിടിക്കപ്പെട്ടവനായി സ്വസ്ഥതയില്ലാതെ അലഞ്ഞ് തൂക്കുകയറിൽ ജീവിതം അവസാനിപ്പിച്ചതുപോലെ നമുക്കാർക്കും ഭവിക്കാതിരിപ്പാൻ കർത്താവ് നമ്മെ തന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയാതെ, തിരുസന്നിധിയിൽ നിന്നും നീക്കിക്കളയാതെ, ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ കർത്താവ് മരിച്ച ക്രൂശിനോട് നമ്മെ ചേർത്ത് കെട്ടുവാൻ, കർത്താവിന്റെ മുറിഞ്ഞ രക്തം ഒഴുകുന്ന മാറിനോട് നമ്മെ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹത്തോടെ നമ്മെ തന്നെ സമർപ്പിക്കാം. നിത്യതയിലും അവന്റെ പാദങ്ങളിൽ വീണ് കിടന്ന് അവന്റെ മുറിഞ്ഞ മാറിനോട് ചേർന്നിരുന്ന് നിത്യാശ്വാസം പ്രാപിപ്പാൻ ഈ വചനങ്ങൾ മുഖാന്തരങ്ങളാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.